ആരോഗ്യവാനായ മമ്മൂട്ടി എത്തുന്നതിൽ സിനിമാ ലോകം മാത്രമല്ല, വിവിധയിടങ്ങളിൽ നിന്നുള്ള മലയാളികളാകെ, ലോകമെമ്പാടുമുള്ള ആളുകൾ അവർ വലിയ സന്തോഷത്തിലാണ്, പ്രതീക്ഷയിലാണ്. ഒരുപാട് സിനിമകൾ ഇങ്ങനെ ബാക്കി നിൽക്കുന്നു, അഭിനയിച്ച് തീർക്കാൻ ഒരുപാട് ഉണ്ട്. ഇനിയും അദ്ദേഹം കമ്മിറ്റ് ചെയ്യാത്ത, നേരത്തെ ശ്രീ റോബർട്ടൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് സിനിമകൾ വളരെ കൗതുകമുള്ള സിനിമകൾ ബാക്കി നിൽക്കുന്നു മമ്മൂട്ടിക്ക് ചെയ്യാനായി. അദ്ദേഹം പൂർണ്ണാരോഗ്യത്തോടെ തിരിച്ചു വരികയാണ് എന്നുള്ള വലിയ സന്തോഷമുള്ള വാർത്ത. ആരാധകരുടെ ആശങ്കകൾക്കൊക്കെ വിരാമമിട്ടുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, അതെല്ലാം പൂർണ്ണമായി മാറിയെന്നാണ് അദ്ദേഹത്തിൻ്റെ PRO നമ്മളോട് അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ചെന്നൈയിലാണുള്ളത്, പിന്നെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. എത്ര സമയം അദ്ദേഹം ഇനിയും വിശ്രമത്തിലുണ്ടാകും, എപ്പോൾ അദ്ദേഹം മടങ്ങി വരും, ഏത് പ്രൊമോഷനായിരിക്കും ആദ്യം എത്തുക, ഏത് വേദിയിലായിരിക്കും ആദ്യം എത്തുക, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നു, ഒരു ചിത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നു, അങ്ങനെയെല്ലാം അതിലേക്ക് നമ്മൾ ഉറ്റുനോക്കുന്നു. അതെല്ലാം അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. തീർച്ചയായും നിലപാടുള്ള, പൊതുരംഗത്തൊക്കെ വളരെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു നടൻ എന്നതിനപ്പുറത്തേക്ക് ഒരു നല്ല മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. നമുക്കറിയാം, പലയിടത്തും നമ്മൾ അദ്ദേഹത്തെ ഒരു 6-7 മാസമായി മിസ് ചെയ്തിരുന്നു. അത് വലിയൊരു ഒരു വിടവ് തന്നെയായിരുന്നു മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ മാലാപാർവതി പറഞ്ഞ പോലെ കുറേ ആളുകളുടെ ബലമാണ് മമ്മൂട്ടി. ആ ബലം തിരിച്ചെത്തുന്നു, പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടിരിക്കുന്നു. പൂർണ്ണ ആരോഗ്യവാനായി മമ്മൂട്ടി തിരിച്ചെത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. നവമിയിലേക്ക് ഒരിക്കൽ കൂടി. നവമി, അങ്ങനെ മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്ന വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ വിടവ് അത്രത്തോളം വലുതായിരുന്നു എന്നിപ്പോൾ നമ്മളോട് സംസാരിച്ചവരിൽ നിന്നൊക്കെ നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി. ഇപ്പോൾ ശ്വേത മേനോൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്വേത, ആൻഡ്രോ ജോസഫിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഒരുപാട് പേർക്ക് ആശ്വാസവും സന്തോഷവും ഒക്കെ പകർന്നാണ് മമ്മൂക്ക തിരിച്ചു വരുന്നു എന്നുള്ളത്. എന്താണ് പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഭയങ്കര സന്തോഷം. മമ്മൂക്ക എവിടെ പോയതൊന്നും എനിക്ക് തോന്നിയില്ല. മൂപ്പർ എവിടെയെങ്കിലും പോയിട്ടുണ്ട്. എനിക്ക് എന്നെ സംബന്ധിച്ച് മൂപ്പർ ഏതോ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്, കുറച്ച് ഫാർ അവേ ആണ്. അത്ര മാത്രമേ ഞാൻ ഇതുള്ളൂ. ഒരു അനശ്വരമായ, എന്താ പറയാ, അനശ്വരം രീതിയിൽ തിരിച്ചു വരട്ടെ. എറ്റേണിറ്റി. ഈസ് ദ മോസ്റ്റ് ലവ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് മാൻ. ശ്വേത, ഞാൻ പറയായിരുന്നു, ഒരു നടൻ എന്നതിനപ്പുറത്തേക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ പോലും പലർക്കും ഒരു 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 സ്ട്രോങ് പില്ലർ ആയിരുന്നു അദ്ദേഹം, അല്ലേ? അതെ 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 അതെ. എങ്ങനെ ഒരുപാട് പേഴ്സണലായ എന്താ പറയാ പ്രശ്നങ്ങൾ സമയത്ത് മമ്മൂക്കേനെ ഒരു മെസ്സേജ് അയച്ചാൽ എനിക്ക് തോന്നുന്നു മൂപ്പര് എന്നെ ആശ്വസിപ്പിക്കുന്നതും, മൂപ്പര് ചില സമയത്ത് മൂപ്പര് അങ്ങനെ അഡ്വൈസ് തരുന്ന ഒരാളല്ല. മൂപ്പര് അഭിപ്രായം മാത്രമേ പറയുള്ളൂ. മൂപ്പര് എപ്പോഴും ഒരു ഫ്രീഡം ഓഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലാതെ തള്ളിക്കളയാം, ആ ഒരു രീതിയിൽ ഒരു മനുഷ്യനാണ്. അല്ലെങ്കിൽ മൂപ്പരുടെ അഡ്വൈസ് നമ്മുടെ മുകളിൽ അടിച്ചമർത്തുക, അങ്ങനെ ഒരു വ്യക്തിയല്ല. ദാറ്റ്സ് എ ഗുഡ് തിങ്. ഇതിലൊക്കെ ഒരു കാരണവരാണ് മൂപ്പര്, നമ്മുടെ കാരണവരല്ലേ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ അത്ര അടുത്തറിയാം. ഞങ്ങൾക്കൊക്കെ നിങ്ങൾ പറഞ്ഞുള്ള അറിവാണ് മമ്മൂക്കയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഭക്ഷണകാര്യം, അദ്ദേഹത്തിന്റെ വ്യായാമം, അതൊക്കെ. മൂപ്പര് മൂപ്പര് അതേ സമയത്ത് ഇത്രയും ഡയറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും എല്ലാം സൺഡേ ഒരു ഭക്ഷണമുണ്ട്. അത് കണ്ടാൽ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് മൂപ്പര് ഇത്രയും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മൂപ്പര് ഒരു ചീറ്റ് ഡേ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ചീറ്റ് ഡേ ആണ്. സൂപ്പർലി മൂപ്പര് ഭക്ഷണം കഴിക്കും, അപ്പോ ഐ എം സോ ഹാപ്പി. ആൻഡോ പറഞ്ഞുകൊണ്ട് അത് ഒഫീഷ്യലി ആയിട്ട് തന്നെ നമ്മളത് കരുതണം. മമ്മൂക്കാന്റെ ബർത്ത്ഡേ വരാൻ പോവാണ്. So we should all wish him a good health and lots of, എന്താ പറയാ, എല്ലാം, ലൈഫ് ആൻഡ് ഐസ് എല്ലാം. തീർച്ചയായിട്ടും ശ്വേത ഒരു സ്ഥാനം ഏറ്റെടുത്ത സമയം കൂടിയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പിന്തുണ ഏത് രീതിയിലായിരുന്നു? നമ്മൾ ഈ പ്രാവശ്യം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന ആൾക്കാരല്ലേ, സോ ആസ് എ സീനിയർ ഓഫ് കോഴ്സ് മൂപ്പർ എല്ലാരും കൂടെ ഉണ്ടായിരുന്നു. എന്റെ കൂടെ മാത്രമല്ല, മൂപ്പർ എല്ലാരും കൂടെ ഉണ്ടായിരുന്നു. അമ്മയുടെ നന്മയ്ക്ക് വേണ്ടി മൂപ്പർ എന്ത് വേണമെങ്കിലും, ആ ബ്ലെസ്സിങ്സ് എല്ലാരും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഒബ്വിയസ്ലി ഒരു വോട്ടൽ രീതിയിൽ മൂപ്പരെ ഞാൻ മെസ്സേജ് അയച്ചു, യാ ഗുഡ് എന്ന് പറഞ്ഞിട്ട്. നമുക്കറിയാം മമ്മൂക്ക വരില്ല, പക്ഷെ മമ്മൂക്കയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ആണ് എല്ലാവർക്കും ഫീൽ ചെയ്തത്. ശരി ശ്വേത, താങ്ക് യു സോ മച്ച് ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും മമ്മൂട്ടി മടങ്ങിയെത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ സംവിധായകൻ
ജോഫിൻ ടി ചാക്കോ നമുക്കൊപ്പം ചേരുകയാണ്. ജോഫിൻ, മമ്മൂട്ടി അദ്ദേഹം തിരിച്ചു വരുന്നു. കുറച്ചുനാൾ വിശ്രമത്തിലായിരുന്നു. നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷം പകരുന്ന വാർത്തയാണ് ആൻഡ്രോ ജോസഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? ഒരുപാട് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞ മാസങ്ങളായിട്ട് ഞങ്ങളെല്ലാവരും മലയാള സിനിമ മുഴുവനും മലയാളികൾ മുഴുവനും കാത്തിരിക്കുന്നത് ഈ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പോ അത്തരത്തിലൊരു വാർത്ത കേൾക്കുന്നത് വളരെ സന്തോഷം. അദ്ദേഹത്തിന്റെ കൂടെയുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? നമുക്ക് ഈ അദ്ദേഹത്തെ കുറിച്ചുള്ള ഇന്റർവ്യൂസ് നിങ്ങളൊക്കെ പറയുന്നത് അതൊക്കെയാണ് നമുക്ക്. അപ്പോൾ അതിലൂടെ തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ വളരെയധികം മികച്ചു നിൽക്കുന്ന, ഒരു നടൻ എന്നതിലപ്പുറത്തേക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ മികച്ചു നിൽക്കുന്ന ഒരു ഫാമിലി മാൻ ആയിട്ടുള്ളൊരു മനുഷ്യൻ അല്ലേ? അതെ അതെ. എന്നെ സംബന്ധിച്ച് അപ്പോ എന്റെ ആദ്യ സിനിമ പ്രീസ്റ്റ് ആയിരുന്നു. പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ഞാൻ സംവിധായകനായിട്ട് മലയാള സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ എന്റെ ആദ്യ സിനിമയിലെ നായകൻ എന്നതിനേക്കാൾ ഉപരി ഇപ്പൊ എന്റെ രണ്ടാം സിനിമ രേഖാചിത്രം കണ്ടവർക്ക് അറിയാം. ആ സിനിമ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് തവണ എല്ലാവരും പറഞ്ഞിട്ടുള്ളതിൽ കൂടി ആ സിനിമ സംഭവിക്കണം ഉണ്ടായിരുന്നെങ്കിൽ അത് മമ്മൂക്കയുടെ ഒരു എസ് കിട്ടിയത് മാത്രമായിരുന്നു ആ സിനിമ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ആ സിനിമയ്ക്ക് മമ്മൂക്ക ഈ രേഖാചിത്രത്തിനൊക്കെ ഒരുപാട് വർഷം മുമ്പ്, 4 വർഷം മുമ്പ് തന്നെ അത് ഓക്കെ പറയുകയും പിന്നീട് ഓരോ തവണ എന്റെ അടുത്ത് അപ്ഡേറ്റ് ചോദിക്കുകയും അവസരം റിലീസായ സമയത്ത് ഈ സിനിമയുടെ മമ്മൂക്ക ഭാഗമല്ലാതൊരു സിനിമയാണ് രേഖാചിത്രം. മമ്മൂക്കയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സിനിമ സംഭവിക്കുള്ളൂ. പക്ഷേ എങ്കിലും മമ്മൂക്ക അഭിനയിക്കാത്ത ഒരു സിനിമയാണ്. അതിൽ ഒരു ഡയലോഗ് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു അതായിരുന്നു മമ്മൂക്കയുടെ ഉണ്ടായിരുന്നത്. പക്ഷെ മമ്മൂക്ക അതിന്റെ പ്രൊമോഷന് 2 തവണ വരികയും ഞങ്ങളെ വീട്ടിൽ വിളിക്കുകയും നമുക്ക് ആ സിനിമ കണ്ട് ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുകയും ഞാൻ ഈ പറയുന്ന സമയങ്ങളിലൊക്കെ മമ്മൂക്കയെ ദുബായിലൊക്കെ വെച്ച് കാണുകയും അങ്ങനെ ഞങ്ങളുമായിട്ട് ഭയങ്കര സൗഹൃദം, ഭയങ്കര എന്നോട് പേഴ്സണലി എനിക്ക് പേഴ്സണലി അദ്ദേഹത്തെ ഒരു സ്നേഹവും അതേ സ്നേഹം തിരിച്ചു കിട്ടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ അത് ഈ പറയുന്ന ഇങ്ങനെ നമുക്ക് ഇപ്പോ പൂർവാധീന ശക്തിയോടെ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അതൊന്ന് ആൻഡ്രോ ചേട്ടൻ വിളിച്ചു പറഞ്ഞ സമയത്ത് ഒരുപാട് സന്തോഷം. ഞങ്ങൾ അത് വെയിറ്റ് ചെയ്യായിരുന്നു മമ്മൂക്കയുടെ തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട്. താങ്ക് യു ജോഫിൻ ഞങ്ങളോട് സംസാരിച്ചത്. ജോഫിൻ ടി ചാക്കോയാണ് സംസാരിച്ചത്. എന്തായാലും ഒരുപാട് പേർക്ക് സന്തോഷം പകരുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആൻഡ്രോ ജോസഫാണ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായും മാറി എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അതിലേറെ സന്തോഷം തരുന്നു. കാരണം അത്രത്തോളം ജീവിതത്തെ സ്നേഹിച്ച, എല്ലാ രീതിയിലും ചിട്ടയോടെ ജീവിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് പെട്ടെന്നൊരു അസുഖം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ആശങ്കയുണ്ടായിരുന്നു. പ്രായത്തിനപ്പുറം ട്രെൻഡായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. പ്രായത്തിനപ്പുറത്തേക്ക് സഞ്ചരിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് ഈ പുതിയ പിറന്നാളിന്, അദ്ദേഹത്തിൻ്റെ പിറന്നാൾ സെപ്റ്റംബർ 7-ാം തീയതി വരാനിരിക്കുകയാണ്. അത് വളരെ സ്പെഷ്യലാക്കാനാണ് എന്തായാലും മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ തീരുമാനം. രക്തദാനം അടക്കമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പ്ലാനുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. പലയിടത്തും തുടങ്ങിയതായാണ് നേരത്തെ അദ്ദേഹത്തിൻ്റെ PRO സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുകൂടിയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം, അത് ആരാധകർ ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. അത് ഉടൻ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ഇനി ഒരുപാട് ചിത്രങ്ങൾ